ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. രാഹുൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. രാഹുൽ അല്ല ശ്രീരാജിന് എന്താ പറയേണ്ടത് പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, നമ്മളിതവിടെ കുറേ ആളുകൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവരും. പ്രിയ ഒരു ഹായ് പറയും. ഹാപ്പി ഓണം പറ. ഹലോ സുമിയേച്ചി. ഓണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സുമിയേച്ചിക്ക് ആദ്യം മനസ്സിൽ വരുന്ന കാര്യം എന്താ? ഏത് ഗെയിമിനോട് ഏറ്റവും ഇഷ്ടം? വടംവലി. അപ്പൊ ഇന്ന് വടംവലി ഉണ്ടോ ഇവിടെ? ഹലോ സൽമാൻ, താങ്കളുടെ ഓണത്തെ കുറിച്ചുള്ള ഏറ്റവും നല്ല മെമ്മറി ഒന്ന് പങ്കുവയ്ക്കുക ഞങ്ങളോടൊപ്പം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഓണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഓണമായിരിക്കും. കാരണം ദൃശ്യച്ചിൻ്റെ ഒപ്പം ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. നമ്മൾ റംസിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവളുടെ ഓണാഘോഷം എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഹലോ റംസി, പറ. ഓണം ഉഷാറാണ്, അടിപൊളി ഓണമാണ്. ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഓണം ഏതാ? ഇത് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഓണം ഏതാണ്? കുറേ സമയത്തിന് ശേഷമാണ് ഒരു ഓണം ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഇനി നമ്മൾ ദീപുവിൻ്റെ അടുത്തേക്കാണ് പോണത്. ഹലോ ദീപു. ദീപുവിന് ഓണത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ? ഓണം എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഏത് ഇതിൽപ്പെട്ടവർക്കാണെങ്കിലും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇപ്പോൾ സ്കൂളിലത്തെ മെമ്മറീസൊക്കെ നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും വരും. അതെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പിയാണ്. താങ്ക് യു ദീപു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിജയച്ചിയുടെ അടുത്തേക്കാണ്. നമ്മുടെ വിജയമോള് ഇതാ അവിടെ സുന്ദരി മണിയായിട്ട് അണിഞ്ഞൊരുങ്ങി റെഡി ആയി നിൽക്കുന്നുണ്ട്. ഓണത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ തീർച്ചയായിട്ടും നമ്മളെ വിജയിച്ചിക്ക് പറ്റും. ഹലോ, എന്താണ് ഓണത്തിനെ പറ്റിയുള്ള ഏറ്റവും നല്ല അനുഭവം? ഓണത്തെ പറ്റിയെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ അച്ഛനുള്ള കാലത്തൊക്കെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷകരമായിട്ടുള്ളതായിരുന്നു. അച്ഛനൊക്കെ പോയതിന് ശേഷം വലിയൊരു ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് വന്നു. ഇവിടെ ഗാർഡനിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ദൃശ്യമാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഒരുക്കി തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം, വീണ്ടും ഒരു കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോയ പോലെ. അപ്പം ഇപ്പോൾ ഇവിടെ വെച്ച് ഓണം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടുകാരും ഒരുപാട് പേര് ഫ്രണ്ട്സായിട്ട് കിട്ടി. അവരുടെയൊക്കെ കൂടെ ഓണം ആഘോഷിക്കുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. കുറേ കാലമായി ഇങ്ങനെ ഒരു എന്താ പറയുക, ഇതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് ഓണമൊക്കെ ആഘോഷിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഓണം എന്ന് പറയുന്നത് വലിയ സ്പെഷ്യലായിട്ടുള്ള ഒരു ഓണം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് എനിക്ക് അങ്ങനെ പാട്ട് പാടാനൊന്നും അറിഞ്ഞൂടാ. അറിയുന്ന പോലെ. എന്നാലും ഒരു കവിതയുടെ 2 വരി ചൊല്ലാം. പടികടന്നെത്തുന്നൊരച്ഛനെ കണ്ടപ്പോൾ പറയുവാൻ തോന്നി മാവേലി വന്നു. പാവമാമമ്മയ്ക്കും തോന്നി തന്നെ മാവേലി മറ്റൊരാളല്ല തന്നെ. പാവമാമമ്മയ്ക്കും തോന്നി തന്നെ മാവേലി മറ്റൊരാളല്ല തന്നെ. ഇനി അടുത്തതായിട്ട് ഞാൻ പോകുന്ന എൻ്റെ ലിറ്റിൽ ക്യൂട്ടിയായ ആരടുത്തേക്കാ? അമ്മേൻ്റെ കുട്ടി ഓണാഘോഷമായിട്ടൊരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. പാടിക്കേ. ഞങ്ങളുടെ ഓണാഘോഷമാണ്. ഞങ്ങളെല്ലാവരും പൊളിക്കാനുള്ള പരിപാടിയിലാണ്. എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നിങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. അത് വഴി ഞങ്ങളിങ്ങനെ അതിന്റെ തിരക്കിലാണ്. അപ്പൊ എനിക്കൊരു വീഡിയോ തരാൻ, അല്ല വീഡിയോക്ക്
ചെയ്യാനൊന്നും നേരമില്ലല്ലോ, അതിന്റെ സെറ്റിങ്സിലാണല്ലേ. കാണിക്കുന്നതായിരിക്കും. ഓക്കെ. ഞാനൊരു പെൻഡ്രൈവ് കണ്ടുന്നത്. അപ്പം അതും ഇത് കൂടെ കിട്ടാൻ പറ്റാ. അല്ല ഞാൻ തന്നെ പറയാം. വീഡിയോ ആയിക്കോട്ടല്ലേ. എല്ലാരും പൂമ്പൊക്കെ പോയി നോക്കണം.
വെച്ച് വെച്ച് ഒന്നുമില്ലാതൊക്കെ എന്തോ കുഴപ്പമില്ല അല്ലേ അപാരമായ കഴിവ് താങ്കൾ എവിടെ നിന്നാണ് നേടിയത്? രാവിലെ അവർ ഇന്റർവ്യൂ തന്നതാണ് പോയിട്ട്. വീർപ്പിച്ച സെക്കൻഡ് ആരാ നോക്കാം.